ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കണത്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. ഇതിന് കറികളൊന്നും വേണ്ട. കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പുട്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇത് എന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പുട്ടുപൊടി എടുക്കാം. പുട്ടുപൊടി ഇരിക്കി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ഇട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് നമ്മുടെ പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് ഞാൻ പാലെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പശുമ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ എടുക്കാം. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ പശുമ്പാലാണ്, നല്ല തിളപ്പിച്ചാറിയ പാൽ 1.5 കപ്പ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ച് നോക്കിയപ്പോൾ ഒന്നൊരു ജസ്റ്റ് കുറുകിയ പോലെ, പിന്നെ അതേ 1/2 കപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പാൽപ്പൊടിയൊക്കെ ഇട്ട കാരണം എല്ലാ ഭാഗത്തേക്കും ഉപ്പും പാൽപ്പൊടിയുടെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണം. അടിയിലൊക്കെ പുട്ടുപൊടി കട്ട പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. കുറച്ച് ലൂസായിട്ടിരിക്കും കേട്ടോ, കുഴപ്പമില്ല, അതുപോലെ തന്നെ വേണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മൾ കറികളൊന്നും കൂട്ടണില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര തോനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിൽ നല്ലോണം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. കണ്ട, നന്നായിട്ട് പുട്ടുപൊടിയൊക്കെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വേണം കേട്ടോ. നമ്മളിങ്ങനെ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കണ ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കിണ്ണത്തിലേക്ക് നെയ്യ്, നമ്മളിങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയിട്ടാണ് കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കിണ്ണത്തിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നെയ്യൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഈ മിക്സ് നമ്മൾ ഈ കിണ്ണത്തിലേക്ക് മൊത്തം പരത്തി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കിണ്ണത്തിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിനനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മിക്സും നമ്മൾ ഈ കിണ്ണത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ അതൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി എല്ലാ ഭാഗത്തേക്കും ഒപ്പത്തിന് ആവണ വരെ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള പലഹാരം തന്നെയായിരുന്നു കേട്ടോ അത്. ഈ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മോർണിംഗിലൊക്കെ ഉണ്ടാക്കാൻ ഇത് തന്നെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തം പരത്തിയതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ അത് ഒരു കരടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞതാട്ടോ. പിന്നെ കുറച്ച് ഒരു കൈപ്പിടിയോളം നാളികേരം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന്, നമ്മൾ പുട്ടിന് ഇങ്ങനെ തേങ്ങ ഇടില്ലേ അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ആവിയിലിട്ട് വേവിക്കണം. അപ്പോൾ ഇതിങ്ങനെ നാളെ പൊന്തി നിൽക്കല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ സ്പൂൺ എടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി താത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്തിയൊന്നും നിൽക്കണില്ല. അപ്പോൾ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തം എല്ലാ ഭാഗത്തും നാളികേരം ആവണ വിധത്തിൽ ഞാനിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത്. അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 10-15 മിനിറ്റ് മതി നമുക്കിതൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒപ്പത്തിന് തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് തുറന്ന് നോക്കിയപ്പോൾ ഒരു നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. നമ്മൾ വട്ടയപ്പത്തിൻ്റെയൊക്കെ ഒരു ഇതിൽ പോലെ തോന്നിയിട്ട് എനിക്ക്. പിന്നെ ഞാൻ നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഞാനിത് എണ്ണത്തിലേക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഓരോ പീസാക്കിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ സ്ക്വയറാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ
സ്ക്വയറായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മൊത്തം ഇങ്ങനെ അടർന്നിട്ട് പോരാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പീസായിട്ട് എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ മുറിച്ചിട്ട് സ്ക്വയറായിട്ട് എടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ചൂടാറണം കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഓരോ പീസ് ദേ ഇളക്കി എടുക്കുകയാണ് കണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ ഓരോ കഷ്ണം ഞാൻ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കട്ടൻ ചായയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ, നാളികേരം ഇടയ്ക്കുന്നൊക്കെ കടിക്കാൻ വരുമ്പോഴും പിന്നെ നമ്മൾ ഈ പാൽപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. അടിപൊളിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പുട്ട് ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഈ സാധനം കൊടുത്തിട്ട് നമുക്ക് അവരെ പറ്റിക്കാം കേട്ടോ. അപ്പോൾ അവർ കഴിക്കും ചെയ്യും കേട്ടോ. ഇതിന് കറികളാണെങ്കിൽ മുട്ടക്കറി, ബീഫ്, ചിക്കൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് വേഗം അവർ കഴിച്ചോളും. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് ഞാൻ കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. പുട്ട് കഴിക്കാത്ത മക്കൾ എന്തായാലും ഇത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.